നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരു ഉപദേശവും ഭഗവത്ഗീതയും. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം, അതിൻ്റെ അർത്ഥത്തെ ഗുരു നമുക്ക് വിശദമായി പറഞ്ഞു തരികയാണ്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത് ജ്ഞാനം മതം മമ. ഗീതയിലെ 13-ാം അധ്യായത്തിൽ 2-3 ശ്ലോകങ്ങളാണിത്. ഹേ കുന്തിപുത്ര, ഈ ശരീരത്തെ ക്ഷേത്രമെന്ന് പറയുന്നു. യാതൊരുവൻ ഇത് അറിയുന്നുവോ അവനെ ക്ഷേത്രജ്ഞനെന്നും ഇത് രണ്ടിനെയും അറിയുന്നവർ പറയുന്നു. ഹേ ഭാരത, എല്ലാ ക്ഷേത്രങ്ങളിലും ശരീരങ്ങളിലും ഞാനാണ് ക്ഷേത്രജ്ഞനെന്ന് നീ അറിയുക. ക്ഷേത്രജ്ഞന്മാരെ ദേഹാത്മാക്കളെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ശ്ലോകത്തിലെ ക്ഷേത്രമെന്ന ശബ്ദം പൊതുവെ നമ്മൾ മലയാളികൾ മനസ്സിലാക്കുന്നത് ദേവാലയം എന്ന അർത്ഥത്തിലാണ്. ഈ ശരീരം ഒരു ദേവാലയമാണ്. അതിനുള്ളിൽ, അതായത് ദേവാലയത്തിലെ വിഗ്രഹത്തെ പോലെ ആത്മാവ് കുടികൊള്ളുന്നു എന്നല്ല. അങ്ങനെ ഭാവിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇവിടെ ക്ഷേത്ര ശബ്ദം സംസ്കൃത ഭാഷയിലായത് കാരണം അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി സൂക്ഷ്മവും വ്യാപ്തവുമാണ്. ക്ഷേത്ര ശബ്ദത്തിന് പ്രധാനമായും വിളനിലം എന്ന അർത്ഥമാണുള്ളത്. നമ്മൾ പാടത്ത് പണിയെടുത്ത് വിളവ് നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ. അങ്ങനെ കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കാനുള്ള ഇടമാണ് ഈ ശരീരം. നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രകാരം ജനനത്തോട് പ്രാരാബ്ധ കർമ്മങ്ങൾ തുടങ്ങുന്നു. ശരീരപാദത്തോടെ അത് അവസാനിക്കുകയും ചെയ്യുന്നു. അതിനാൽ എന്തുകൊണ്ടു ശരീരം നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കാൻ എന്ന് മറുപടി പറയേണ്ടി വരും. ഒരു ജീവന്റെ യാത്രയിൽ പൂർവവാസന അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും കർമ്മഫലങ്ങൾ അനുഭവിക്കാനും ഒരു ശരീരം ആവശ്യമാണ്. ശരീരമല്ലാതെ രണ്ടും സാധ്യമല്ല. ധർമ്മം അനുഷ്ഠിക്കുന്നതിനും പ്രധാനമായി വേണ്ടത് ശരീരമാണ്. അതേസമയം ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ഷേത്ര ശബ്ദത്തിന് മറ്റർത്ഥങ്ങളും പറയുന്നുണ്ട്. അതിൽ ഒന്ന് ക്ഷയം സംഭവിക്കുന്നത്, നാശം സംഭവിക്കുന്നത് എന്നാണ്. ഇന്നുണ്ടായി നാളെ നശിക്കുന്നതാണല്ലോ ഈ ശരീരം. മർത്യൻ എന്ന് വിളിക്കുന്നത് ശരീരത്തിന് മൃത്യു സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. ജനനത്തോടെ നമ്മൾ ഉറപ്പിക്കുന്ന ഒരേ ഒരു കാര്യം മൃത്യുവാണ്. പക്ഷേ ചിലരാണെങ്കിൽ മരണത്തെക്കുറിച്ച് കേൾക്കാനേ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ദേഹത്തിൻ്റെ നശ്വരത മനസ്സിലാക്കി ദേഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മൃത്യുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. ഗുരു പറയാറുണ്ടല്ലോ, ഒരു സത്രത്തിൽ താമസിക്കുന്നത് പോലെ വേണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കാനെന്ന്. നമ്മൾ ആ സത്രം വൃത്തിയാക്കി സൂക്ഷിക്കും. പക്ഷെ നമുക്കറിയാം ഏതു നിമിഷവും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന്. വന്നു കയറുമ്പോഴും സന്തോഷം, പടിയിറങ്ങുമ്പോഴും സന്തോഷം. അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് ഈ ശരീരം. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഗുരു പറയാറുണ്ട്, കുശവൻ മണ്ണു കുഴയ്ക്കുമ്പോൾ മണ്ണു പറയും, ഇന്നു നീ എന്നെ കുഴയ്ക്കൂ, നാളെ ഞാൻ നിന്നെ കുഴയ്ക്കാം എന്ന്. ശരീരത്തെ വെറുക്കാനോ തിരസ്കരിക്കാനോ അല്ല ഇങ്ങനെ പറയുന്നത്. മറിച്ച് ശരീരത്തിൻ്റെ നശ്വരത ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് ഒട്ടലില്ലാതെ ജീവിക്കാനാണ് ഈ രീതിയിൽ ഉപദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ മിക്ക പ്രവൃത്തികളും ഞാൻ ഈ ശരീരമാണ് എന്ന് ആവർത്തിച്ചു സ്ഥാപിക്കുന്നവയാണ്. കുട്ടിക്കാലം മുതൽ അതാണ് നമ്മൾ ശീലിച്ചു പോരുന്നത്. ബോധപൂർവമല്ലെങ്കിലും അത് മിക്കതും അച്ഛനമ്മമാർ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതാണ്. ജനിച്ചതു മുതൽ പലതിനെയും ആശ്രയിച്ചാണ് നമ്മൾ വളർന്നു വരുന്നത്. ആദ്യം അമ്മയുടെ മുലപ്പാലിനെ, പിന്നെ കളിപ്പാട്ടങ്ങളെ. അങ്ങനെ ഈ ആശ്രയത്വം ജീവിതത്തിലുടനീളം തുടരുന്നു എന്ന് ഗുരു പറയാറുണ്ട്. അങ്ങനെ
ശരീരത്തിൻ്റെ സുഖത്തിനും നാക്കിൻ്റെ രുചിക്കും വേണ്ടിയുള്ള അഭിലാഷം ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങും. പ്രായമാകുമ്പോൾ തന്നെ അത് ലൗകികമായ മറ്റു പലതിലേക്കും വ്യാപിക്കും. അപ്രകാരം ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള നമ്മുടെ വ്യവഹാരം ഞാൻ ഈ ശരീരമാണെന്ന ചിന്ത ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ്. നശിക്കുന്ന ശരീരത്തോടുള്ള നമ്മുടെ ഈ താദാത്മ്യം നമുക്ക് ദുഃഖത്തെ മാത്രമേ തരികയുള്ളൂ. അതേസമയം മനുഷ്യ ശരീരത്തിനും മറ്റു ശരീരങ്ങളെ അപേക്ഷിച്ച് മഹത്വം ഏറെയാണ്. പുണ്യം ആർജിക്കാൻ മനുഷ്യ ശരീരം തന്നെ വേണം. 84 ലക്ഷം പലതരത്തിലുള്ള ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു ജീവന് മനുഷ്യജന്മം കിട്ടുന്നതെന്നാണ് ചില പുരാണങ്ങളിലും മറ്റും പറയുന്നത്. ഇത് സത്യമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഏതായാലും മനുഷ്യജന്മത്തിൻ്റെ മഹത്വമാണ് വിളിച്ചോതുന്നത്. മനുഷ്യന് മുകളിലുള്ള ദേവന്റെ ശരീരമാണെങ്കിൽ അവിടെ പുണ്യം അനുഭവിച്ചു പുണ്യത്തിൻ്റെ കിഴിക്കെട്ട് ചോർന്നുകൊണ്ടിരിക്കും. മനുഷ്യന് താഴെയുള്ള ജീവജന്തുക്കളിൽ പാപം അധികരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയൊരു ജന്മം അവർക്ക് കിട്ടിയത് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊരു ജന്മം കിട്ടിയത്. അവരാണെങ്കിൽ പാപത്തെ അനുഭവിച്ചു തീർക്കുന്നു. അവിടെ പുണ്യത്തെയോ പുതുതായി പാപത്തെയോ ആർജിക്കുന്നില്ല. പ്രകൃതി നിയമം അനുസരിച്ച് ജീവിച്ചു പോരുന്നു. ചുരുക്കത്തിൽ മറ്റു ശരീരങ്ങളിൽ ഒന്നുകിൽ പുണ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പാപം ക്ഷയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ടേ പുണ്യകർമ്മങ്ങളുടെ പുണ്യം ആർജിക്കാനും തപശ്ചര്യയിലൂടെയും മറ്റും പാപത്തെ ക്ഷയിപ്പിക്കാനും സാധിക്കും. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിന് അധികാരിയായി തീരാൻ മനുഷ്യ ജന്മത്തിലേ സാധിക്കുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ദേവന്മാർ കൂടി ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. സർവ ശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രജ്ഞൻ മനുഷ്യ ശരീരത്തിൻ്റെ സ്ഥാനവും മഹത്വവും നശ്വരതയും മനസ്സിലാക്കുന്ന ജീവൻ, ആ ആത്മാവ് ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. ജീവ ഈശ്വര ഐക്യത്തിൻ്റെ തത്വമാണ് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നത്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാന തത്വമാണ് ജീവാത്മാ പരമാത്മാ ഐക്യം. ജീവൻ പരമാത്മാവിൽ നിന്ന് അന്യനല്ല എന്നത്. കുടം ഉള്ളതുകൊണ്ട് മാത്രമാണ് കുടത്തിനുള്ളിലെ ആകാശത്തെ ഘടാകാശം എന്ന് പറയുന്നത്. കുടം പൊട്ടിയാലും ആകാശത്തിന് മാറ്റമൊന്നുമില്ല. കുടത്തിനുള്ളിലെ ആകാശത്തെയും പുറത്തെ ആകാശത്തെയും തമ്മിൽ നമുക്ക് സത്യത്തിൽ വേർതിരിക്കാൻ കഴിയില്ല. ആകാശം ഒന്നേയുള്ളൂ. അത് സർവവ്യാപിയാണ്. നമുക്ക് അനുഭവപ്പെടുന്ന വ്യത്യാസം ഒരു തോന്നൽ മാത്രമാണ്. അതാണ് പരമാർത്ഥം. ഗുരു പറയാറുണ്ട്, അദ്വൈതമാണ് പരമമായ സത്യമെന്ന്. ഈ ഒരു തത്വം കൂടി സ്വാംശീകരിക്കാനാണ് ഭഗവാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ദേഹത്തെയും ദേഹിയെയും ഇവിടെ പറയുന്ന രീതിയിൽ ഉൾക്കൊണ്ടാൽ ആ അറിവാണ് ജ്ഞാനമെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. സ്വരൂപജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനമെന്ന് നമ്മുടെ മറ്റു ശാസ്ത്രങ്ങളും പറയുന്നു. കാരണം ആ ജ്ഞാനം മാത്രമേ നമ്മളെ മുക്തിയിലേക്ക് നയിക്കൂ. ആ അറിവിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. മറ്ററിവുകളെല്ലാം നമുക്ക് ഭൗതികമായ നേട്ടത്തെ തരും, പക്ഷേ അതൊന്നും ശാന്തിയെ തരില്ല. ശരീരത്തിനപ്പുറമുള്ള സർവവ്യാപിയായ ആത്മാവാണ് താനെന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് ശാന്തിയും സുഖവും കൈവരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ മഹത്വവും നശ്വരതയും ഒരേപോലെ തിരിച്ചറിഞ്ഞ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ അതുകൊണ്ട് നേടേണ്ടതായ ആത്മീയ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുകയാണ് ഈ ജന്മത്തിൻ്റെ സാർത്ഥകത എന്ന് പറയുന്നത്. അതിനായി നമുക്ക് പ്രയത്നിക്കാം. ഹരി ഓം നമഃ ശിവായ.